അതായത് ഒരു തമിഴിൽ ഒരു നല്ല പടങ്ങൾ കാണണമെങ്കിൽ വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ പടങ്ങൾ കാണണം എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് വിത്തിലോ ഇപ്പം ഈ യൂത്ത് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഒരു ആവറേജ് ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. എന്നിരുന്നാൽ പോലും പടത്തിൻ്റെ കണക്ഷൻ പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫും. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും ഇമോഷൻസ് കൊണ്ട് എട്ടിച്ചളഞ്ഞു. അതായത് ഒരു അച്ഛൻ മകൻ അമ്മ അവർക്ക് വേണ്ടിയുള്ള ഇത് അവരെ ലവ് ഒന്നുമല്ല ലൈഫാണ് പ്രത്യേകത എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ചൊക്കെ നല്ല രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ എന്നെ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ജി പ്രകാശിൻ്റെ മ്യൂസിക് അത് ഭയങ്കരമായ ലെവലിൽ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ പടം ഇവിടെ തിയേറ്റർ സ്ക്രീൻസൊക്കെ വളരെ കുറവാണ്. കാരണം ദുരന്തമുണ്ട്, അപ്പുറത്ത് ആട് 3 ഉണ്ട്, നല്ല രീതിയിൽ ഓടുന്നു. മെയിനായിട്ട് ഈ പടത്തിൽ പടം കാണാൻ വേണ്ടി പ്രേരിപ്പിച്ച മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ പേപ്പർ ഫിലിംസ് എടുത്തു കഴിഞ്ഞാൽ 100% ആ പടം പോസിറ്റീവ് ആവുന്നത്. കണ്ടന്റിന് പ്രയോറിറ്റിയുള്ള പടങ്ങളെ ദുൽഖർ എടുക്കുമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു വലിയ തിയേറ്ററും കാര്യങ്ങളൊക്കെ കിട്ടി മാക്സിമം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഫാമിലിക്ക് വേണ്ടി എടുത്ത പടമാണ്, അത് അതുപോലെ ഉണ്ട്.